എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. പാചകമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മുടെ അടുക്കളയിലേക്കുള്ള പാത്രങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ നമ്മുടെ പുതിയ കിച്ചണിലേക്ക് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് പാത്രങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഈ ഒരു പാത്രം നമ്മളിവിടെ ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങിച്ചതാണ്. നല്ല ക്വാളിറ്റി ഉള്ളതാണ്, അതേപോലെ നല്ല വെയിറ്റ് ഉള്ളൊരു പാത്രമാണ്. ഇത് ഇൻഡക്ഷൻ ബേസും കൂടിയാണ്. ഇതിൻ്റെ ലിഡും കൂടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം 1 കിലോ ബീഫൊക്കെ ഇതിനകത്ത് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം മിക്കവാറും പാനും കടായിയൊക്കെ വരുന്നത് ഇൻഡക്ഷൻ ബേസും കൂടി ചേർന്നിട്ടുള്ളതാണ്. അപ്പം നമ്മൾ പാത്രം സെലക്ട് ചെയ്യുമ്പോൾ അത് നോക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ഉപകാരപ്പെടാം. ഈ പാത്രത്തിനൊക്കെ അത്യാവശ്യം കുറച്ച് വിലയുള്ള പാത്രങ്ങളാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലിഡ് വരുന്നത്. ഇങ്ങനെ പരന്ന ഒരു ലിഡാണ്, ഉള്ളിലോട്ട് കുഴിയില്ല. അപ്പം പരന്നിരിക്കുന്ന ഒരു ലിഡാണ് ഇതിന് വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു സോസ് പാനോടുണ്ട്. ഇതും അതേ കമ്പനി തന്നെയാണ്. ഇത് ഹോം സെൻറ്ററിൽ തന്നെ വാങ്ങിച്ചതാണ്. ഇത് അത്യാവശ്യം കുഴിയുള്ളതാണ്. ഇതും ഇൻഡക്ഷൻ ബേസ് തന്നെയാണ്. അതേ കമ്പനിയുടെ തന്നെ ഒരു പാനും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രൈ പാനിനും നമ്മൾ ആദ്യം കാണിച്ച ആ കടായിക്കും ലിഡ് യൂസ് ചെയ്യാൻ പറ്റും. ഇതും ഇൻഡക്ഷൻ ബേസ് തന്നെയാണ്. അപ്പോൾ രണ്ടിനും കൂടി ആ സെയിം ലിഡ് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ കൂടെ തന്നെ വാങ്ങിച്ചിട്ടുള്ള വേറൊരു പാത്രമാണ്. അതായത് ഇത് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാനും അതേപോലെ തന്നെ മീനൊക്കെ ഒന്ന് വറുത്തെടുക്കാനും ഒക്കെ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പാത്രമാണ്. സ്ക്വയർ ഷേപ്പിലുള്ള ഒരു പാത്രമാണ്. അപ്പോൾ ഇതും ഇൻഡക്ഷൻ ബേസ് തന്നെയാണ്. ഇതിന് ഒരുപാട് വെയിറ്റ് ഒന്നുമില്ല. പിന്നീട് ഇതേപോലെ ഒരു ചെറിയൊരു പാത്രം കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കടുക് വറുക്കാനും അതേപോലെ തന്നെ ഓംലെറ്റ് ഉണ്ടാക്കാനും ഒക്കെ യൂസ് ചെയ്യാം. ഇതും കുറച്ച് വെയിറ്റ് കുറഞ്ഞിട്ടുള്ളതാണ്, ഇൻഡക്ഷൻ ബേസ് തന്നെയാണ്. ഇത് തേയിലയും പഞ്ചസാരയൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടി ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു പാത്രമാണ്. ഇതേപോലെ അടപ്പിൽ തന്നെ ഒരു ഹാൻഡിലുണ്ട്, അത് ലോക്കാണ്. അപ്പോൾ അത് അടപ്പ് മുറിക്കിയതിന് ശേഷം ഇത് ക്ലിപ്പ് ചെയ്യുമ്പോൾ അത് ലോക്കായിക്കോളും. അപ്പോൾ ഈ ഒരു രീതിയിൽ പഞ്ചസാര ഇട്ട് വയ്ക്കാനും തേയില ഇട്ട് വയ്ക്കാനും 2 പാത്രങ്ങളാണ് വാങ്ങിച്ചിട്ടുള്ളത്. യൂസ് ചെയ്യാനൊക്കെ നല്ല എളുപ്പമാണ്. ഇതേപോലെയാണ് അത് ലോക്കായിട്ട് ഇരിക്കുന്നത്. ആ ഹാൻഡിൽ പ്രസ് ചെയ്യുമ്പോൾ അത് ലോക്കായിക്കോളും. അപ്പോൾ ഷുഗറും ടീയും രണ്ടും ഇങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള 2 പാത്രങ്ങളാണ്. ഇതേപോലെ ഹാൻഡിൽ നിന്ന് പൊക്കിയതിന് ശേഷം ഈസി ആയിട്ടൊരു കറക്കുമ്പോഴേക്കും അത് തുറന്നു വരും. തിരിച്ച് അതേപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ആ ഹാൻഡിൽ കൊണ്ട് ലോക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇത് രണ്ടും ആമസോണിൽ നിന്ന് വാങ്ങിയ പാത്രങ്ങളാണ്. അടുത്തത് ഇതും ആമസോണിൽ നിന്ന് വാങ്ങിയ പാത്രമാണ്. ഇതൊരു ഡിഫ്യൂസറാണ്. ഇത് ഇൻഡക്ഷനിലും വയ്ക്കാം, അതുപോലെ തന്നെ ഗ്യാസ് അടുപ്പിലും വെച്ച് നമുക്ക് ചായയൊക്കെ ഇട്ട് കുടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നീട് തേയില ഇട്ട് കൊടുക്കാൻ വേണ്ടി ഇതിലേക്ക് വയ്ക്കുന്നൊരു പാത്രമാണ്. അപ്പോൾ ഇതിലേക്ക് തേയില ഇട്ട് കൊടുക്കാം. ഇനി അത് മൂടി വെച്ചതിന് ശേഷം തിളപ്പിച്ചെടുക്കാം. അപ്പോൾ തേയില ആ നടുവിലുള്ള പാത്രത്തിൽ തന്നെ കിടക്കും. നമുക്ക് അരിക്കാതെ തന്നെ ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനം. അപ്പോൾ അതിൻ്റെ ലിഡിലും ഒരു വുഡൻ ഹാൻഡിലുണ്ട്, അത് വെച്ചാണ് അത് എടുക്കുന്നത്. അപ്പോൾ ഇത് നല്ലൊരു ഐറ്റമാണ്. ഇത് 2 ഓയിൽ ബോട്ടിലാണ്. ഇത് നമ്മൾ ഹോം സെൻറ്ററിൽ നിന്ന് എടുത്തതാണ്. ഇത് ഷെഫ്സ് പ്രൈഡിൻ്റെയാണ്. നല്ല 2 ബോട്ടിലുകളാണ്. അപ്പോൾ ഇതിലേക്ക് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇതേ കണ്ടില്ലേ, ഇവിടെ ഒരു ചെറിയൊരു അടപ്പുണ്ട്. അത് തുറന്നിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഈ ഭാഗം ഇതേപോലെ ഫുള്ളായിട്ട് പുറത്തേക്ക് എടുത്ത് മാറ്റാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. പിന്നീട് ഈ ക്യാപ്പ് വെച്ച് പ്രസ് ചെയ്യുമ്പോഴേക്കും അത് നന്നായിട്ട് അടഞ്ഞു കിട്ടും. ഒട്ടും ഓയിൽ ലീക്കാവുകയില്ല.
ഇത് അതിൻ്റെ അടപ്പാണ്. ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഓയിൽ ബോട്ടിലാണ്. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ച കണ്ടെയ്നേഴ്സാണ്. ഒരു 500 ml, 750 ml, 1250 ml. അപ്പോൾ ഈ ഒരു അളവിലുള്ള പാത്രങ്ങളാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഉള്ളിൽ വന്നിരിക്കുന്നത്. ഇത് മൈക്രോവേവ് സേഫാണ്. ഇതേപോലെ ഇതിന് അടപ്പുകളുണ്ട്. എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രങ്ങളാണ്. നല്ല ക്വാളിറ്റിയുള്ള പാത്രമാണ്. അപ്പോൾ 3 അളവിലാണ് ഇത് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പാത്രങ്ങളാണ്. അപ്പോൾ ഏറ്റവും ചെറുതുണ്ട് 500 ml, അതിൽ വലുത് 750 ml, അതിൽ വലുത് 1250 ml. അങ്ങനെ 3 സൈസിൽ 3 അളവിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇതിന് വില വരുന്നത് 500-ന് താഴെയായിട്ടുള്ള പ്രൈസേ വരുന്നുള്ളൂ. നല്ല ക്വാളിറ്റിയുള്ള പാത്രങ്ങളാണ്. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസൊക്കെ വെച്ച് സ്റ്റോർ ചെയ്യാനൊക്കെ പറ്റിയതാണ്. എനിക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ട പാത്രമാണ് കേട്ടോ. ഇതാണ് ഏറ്റവും വലുതായിട്ട് വന്നിട്ടുള്ളത്, 1250 ml. അപ്പോൾ ഈ 3 അളവിലുള്ളതാണ് ഈ എടുത്തിരിക്കുന്ന പാത്രങ്ങൾ. നല്ല ക്വാളിറ്റിയുള്ള സ്റ്റീലാണ് വന്നിട്ടുള്ളത്. എയർ ടൈറ്റ് അടപ്പും കൂടിയാണ്. നമുക്കിത് ഓവനകത്തും വയ്ക്കാൻ പറ്റുന്ന പാത്രമാണ്. അടുത്തത് ഇതേപോലെ തന്നെ 3 പാത്രമാണ്. അപ്പോൾ അത് ഞാൻ തുറന്ന് നോക്കിയിട്ടില്ലായിരുന്നു. ഓർഡർ ചെയ്ത് അതേപോലെ വെച്ചേക്കുമായിരുന്നു. ഇതും അതേപോലെ തന്നെ 3 അളവിലുള്ള പാത്രങ്ങളാണ്. 500-ഉം 750-ഉം 1250-ഉം അളവിലുള്ള പാത്രങ്ങളാണ്. ഇത് നമുക്ക് റൈറ്റിങ്ങും കൂടെ ഉള്ളൊരു പാത്രമാണ്. ഇത് കണ്ടപ്പോൾ നല്ല ക്യൂട്ടായിട്ട് തോന്നി. അതാകും സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അതുപോലെ തന്നെ അടപ്പുകളുണ്ട്. ഈ പാത്രങ്ങളും മൈക്രോവേവിൽ വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൽ ആ റൈറ്റിങ്ങും കൂടെ ഉണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള പാത്രങ്ങളാണ്. ഇത് റൈറ്റിംഗ് ഉണ്ടല്ലേ, ലിവ് ലവ് ഈറ്റ്. നല്ല ക്യൂട്ടായിട്ടില്ലേ ഈ പാത്രം. ഓരോന്നിനും അടപ്പുകളുണ്ട്. ഇതും 500 രൂപയിൽ താഴെ ആയിട്ടുള്ളൂ. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പാത്രങ്ങളാണ്. ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റിയ പാത്രങ്ങളാണ്. അടുത്തത് ഒരു കുഞ്ഞ് സ്റ്റീൽ കലമാണ്. നമുക്ക് 1 കപ്പ് അരിയൊക്കെ ഇട്ട് ചോറ് വയ്ക്കാൻ പറ്റിയ ഒരു പാത്രമാണ്. അതും ഞാൻ ഇത് കവറിൽ നിന്ന് ഇളക്കിയിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് ഇത് ഇളക്കുന്നത്. ഇത് കണ്ടില്ലേ, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കുഞ്ഞു കലമാണ്. നമുക്ക് കുറച്ച് പേരൊക്കെ ഉള്ള സമയത്ത് ചോറ് വയ്ക്കാനൊക്കെ നല്ലതാണ്. ഇനി വേറൊരു ഐറ്റം കൂടി ഇതേപോലെ ബോക്സ് പൊട്ടിക്കുക തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു സ്റ്റീൽ കണ്ടെയ്നറാണ്. അതിപ്പോഴാണ് ഞാൻ പൊട്ടിച്ചെടുക്കുന്നത്. ഓർഡർ ചെയ്ത് വന്ന സാധനം അതേപോലെ വെച്ചേക്കുമായിരുന്നു. ഇത് നമുക്ക് മാവൊക്കെ അരച്ച് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. കുറച്ച് ചെറിയ പാത്രമാണ്. ഇതാ കണ്ടില്ലേ, ഇതേപോലെ കുറച്ച് മാവൊക്കെ അരച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയ